ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു വെണ്ടയ്ക്ക കൊണ്ടൊരു മസാല ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ വെണ്ടയ്ക്ക എടുത്ത് കഴുകി തുടച്ച് രണ്ടായിട്ട് കഷ്ണിച്ചിട്ടിട്ടുണ്ട്. ചെറുത് അതുപോലെ ഇട്ടിട്ടുണ്ട്, വലുത് രണ്ടായിട്ട് കഷ്ണിച്ചിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ എന്തേന്നറിയാവോ, ഇങ്ങനെ ഒന്ന് വിട്ട് വരാത്ത രീതിയിലൊന്ന് പൊളന്നിട്ടുണ്ട്. ദാണ്ട് ഇതുപോലെ കണ്ടോ, ഇങ്ങനെ ഒന്ന് പൊളന്നിട്ടുണ്ടേ. രണ്ടെണ്ണം ഞാൻ വെച്ചിരുന്നതാണ് നിങ്ങൾക്ക് കാണിക്കാൻ. കണ്ട, ഇങ്ങനെ പൊളന്ന് വെച്ചേക്കുക. അങ്ങനെ അതുപോലെ എല്ലാം ചെയ്ത് വെച്ചതാണ് ഈ വെണ്ടയ്ക്ക മൊത്തവും. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊരു കൂട്ട് തയ്യാറാക്കേ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ജീരകപ്പൊടി, നല്ല ജീരകത്തിൻ്റെ പൊടിയില്ലേ അത്, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, കുറച്ച് ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളമൊന്നും ഒഴിക്കണ്ടേ. എന്നിട്ട് ഇതിൽ നിന്ന് ഞാൻ ഇങ്ങനെ രണ്ടായിട്ട് പൊളന്ന് വെച്ചിട്ടില്ലേ, ആ പിളർന്നതിനകത്ത് ഈ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കണേ. ഇതുപോലെ എല്ലാത്തിലും ഇട്ട് കൊടുക്കണേ. കാര്യം വെള്ളം വെണ്ടയ്ക്കയുടെ അകം ഒരു നനവ് കാണില്ലേ, അങ്ങനെ പൊടിയൊന്നും പോവില്ല. ഇതുപോലെ എല്ലാം എടുക്കട്ടെ. നമ്മുടെ ഇതെല്ലാം എടുത്തിട്ട് കഴിഞ്ഞ് എല്ലാത്തിലും ഇട്ട് ഉണ്ടോ. ഇത് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഞാൻ എൻ്റെ കൈ ഒന്ന് കഴുകട്ടെ. നമുക്ക് സ്റ്റൗ കത്തിക്കേ. ഇനി ഇതിൽ പാത്രം ചൂടാവട്ടെ. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതി. എണ്ണയൊന്ന് ചൂടാവട്ടെ. നമ്മുടെ ഈ എണ്ണയിലോട്ടില്ലേ ഈ മസാല ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കേ. ഇനി തീ കുറച്ചിട്ട് കൊടുക്കാം, തീരെ ചെറിയ തീയിൽ. ഇനി ഇതൊന്ന് വാട്ടിയെടുക്കാം. നമുക്ക് ഈ വെണ്ടയ്ക്ക വാടുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ അടുപ്പ് കത്തിക്കേ. നമുക്ക് ഈ വെണ്ടയ്ക്ക ഈ അടുപ്പിലോട്ട് മാറ്റേ. തീ കുറച്ചിട്ട് കൊടുക്കാം. അത് അവിടെ ഇരുന്ന് വാടിക്കൊണ്ടിരിക്കട്ടെ.
കുറച്ചിട്ടുണ്ട്. ഇനി ഈ അടുപ്പിൽ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണയാണേ. തീ ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം, നല്ല ജീരകം. ഇത് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണേ, കാര്യം പൊടിയൊക്കെ അല്ലേ, കരിയരുത്. തീ കുറച്ചാണെങ്കിലും ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ചെറിയ തീ കിടക്കട്ടെ, തീരെ ചെറിയ തീ. നമ്മളെ ജീരകമൊക്കെ റെഡിയായി. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തേ. ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയില്ലേ, അത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒരു പച്ച ചുവ മാറട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കണേ. കാര്യം പൊടിയായതുകൊണ്ട്, പൊടിയൊക്കെ ഇല്ലേ, മുളക് പൊടിയും അതിപ്പോൾ കരിയും. ചെറിയ ചൂടായാലുമേ അജി കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. എൻ്റെ കുത്തലൊന്ന് മാറണം. ഇനി ഇതിനകത്ത് ഞാൻ 1 തക്കാളി, 1 സവാള, ഇത് രണ്ടും കൂടെ മിക്സിയിലിട്ട് അരച്ച് വെച്ചേക്കേ. അത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിലോട്ട് ഒഴിക്കേ. ഇതിൻ്റെ എല്ലാം പച്ച മണം ഒന്ന് മാറണം. സവാളയൊക്കെ ഒരു കയ്പ്പ് വരുമല്ലോ അരച്ച് കഴിയുമ്പോഴേ. ഒന്ന് പച്ച മണം മാറിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടി തുടങ്ങും. നമ്മൾ സവാളയും തക്കാളിയുടെയൊക്കെ അത് മൊത്തം മുരിഞ്ഞിട്ടില്ല, ഒരു പാതി സ്റ്റേജായേ. ഇനി ഇതിനകത്ത് ഒരു 2 ടേബിൾ സ്പൂൺ തൈര്. ഇത് ഞാൻ പുളിയില്ലാത്ത തൈരാണ് എടുക്കുന്നത്. പിന്നെ പുളി ഇഷ്ടമുള്ളവർക്ക് പുളിയുള്ള തൈര് എടുക്കാം. ഞാൻ പുളി ഇല്ലാത്ത തൈരാണ് എടുക്കുന്നത്. അതൊഴിച്ചു കൊടുത്തേ. ഇത് നല്ല മൂക്കട്ടെ, നല്ല ഇതാവണം. ഇതിൽ കിടന്ന് ആ തൈരിൻ്റെയൊക്കെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറി നല്ല രസമായി വരും. ഇതിലോട്ടെ നമ്മളിപ്പോൾ തൈര് ഒഴിച്ചില്ലേ, ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ വെണ്ടയ്ക്കയിൽ മസാലയിൽ ഇട്ടിട്ടുണ്ട്, എന്നാലും ഇതിനകത്തും വേണം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മൊരിയട്ടെ. ഓക്കെ, നമ്മുടെ തക്കാളിയും സവോളയും തൈരും എല്ലാം നല്ല റെഡിയായിട്ട് തടെ എണ്ണ തെളിഞ്ഞു കഴിഞ്ഞു. എന്താ ഇനി ഇത് ഞാൻ തീ കുറയ്ക്കുകയാണ്. ഇതിനകത്തോട്ട് മസാല ഇട്ട് കൊടുക്കേ. നമ്മൾ വെണ്ടയ്ക്കാൻ റെഡിയായേ. തീരെ ചെറിയ തീയിലാണ് കേട്ടോ. ഞാൻ തീ അണയ്ക്കുന്നുണ്ട്, ഓഫാക്കുക. ഇനി ഇതിനകത്ത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി,
1 ടീസ്പൂൺ പിരിയമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകപ്പൊടിയില്ലേ അത്, ഇനി 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്യേ. എന്നിട്ട് തീ കൂട്ടിയിട്ട് കൊടുക്കുക. നല്ല കറിയായി ഇത് കഴിക്കാൻ. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേ. ഇതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുറേയും കൂടെ ഒഴിക്കാം. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. ഇത് തിളയ്ക്കട്ടെ. നമ്മുടെ ഈ മസാല തിളച്ചേ. ഇനി ഇതിനകത്ത് നമ്മൾ ഈ വാട്ടി വെച്ചേക്കുന്ന വെണ്ടയ്ക്കയില്ലേ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതോടെ ഇല്ല, കാര്യം വാട്ടി വെണ്ടയ്ക്കയില്ലേ. ഇനി ഇത് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കേ. തീരെ കുറയ്ക്കാം. ഇനി ഇത് ഇങ്ങനെ ഒരു 2-3-4 മിനിറ്റ് ഇങ്ങനെ തിളയ്ക്കട്ടെ. ഈ ചെറിയ തീ കിടന്ന് നമ്മളെ വെണ്ടയ്ക്കയുടെ മസാല എന്താന്ന് നോക്കാം. കണ്ടോ, ആ ചെറിയ തീ കിടന്നുണ്ടാ, ഓയിലൊക്കെ തെളിഞ്ഞ് കിടക്കുന്നുണ്ടാ. റെഡിയായേ. ഇനി ഇതിനകത്ത് ഞാൻ ഒന്ന് ഇളക്കി നോക്കട്ടെ. പിടിക്കില്ല, കാരണം ചെറിയ തീയല്ലേ. വേണ്ട, ഇളക്കുന്നില്ല. കണ്ടോ, ഇനി ഉപ്പുണ്ടോയെന്ന് നോക്കണമല്ലോ. അടിപൊളി ടേസ്റ്റാ, വിശ്വസിക്കത്തില്ല ഈ കറിയെ, അത്രയ്ക്ക് ടേസ്റ്റാ. എല്ലാം പരവും കറക്റ്റ് തന്നെ. ഇനി ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില, നല്ലതുപോലെ ഇട്ടോ. ഇനി ഒന്ന് അടച്ച് വെക്കേ. ഇനി തീ ഒന്ന് കൂട്ടിയിട്ട് കുറയ്ക്കുമല്ല അണയ്ക്കാം. ഇനി ഇതൊരു മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ, എന്നിട്ട് എടുക്കാം. ഇനി ഇത് നമുക്കൊരു ഈ പാത്രത്തിലോട്ടൊന്ന് പകർന്ന് വെക്കേ. എന്ത് ടേസ്റ്റാന്നറിയ ഈ കറിക്ക്.
കണ്ടില്ലേ വെണ്ടയ്ക്ക മസാല, അടിപൊളി കറിയായേ. അപ്പോൾ ഇതുപോലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം